നമ്മുടെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരു കാര്യമാണ് കുട്ടിക്ക് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാത്ത കാര്യം, അവരുടെ കുട്ടിക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട വലിവ്, ആസ്മ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സേഫാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല, സമ്മതിക്കില്ല. നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുന്ന നമുക്ക് ആ മരുന്ന് ശ്വാസകോശത്തിനകത്തുള്ള ചെറിയ കോയിലുകൾ ചുരുങ്ങി പോകുമ്പോഴാണല്ലോ ശ്വാസം മുട്ടൽ വരുന്നത്. ആ ചുരുങ്ങിയ ശ്വാസകോശത്തിലെ കോയിലുകളെ വികസിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ പ്രധാനമായിട്ട് 2 വഴികളാണ്. ഒന്നുകിൽ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ അതേ മരുന്ന് ശ്വാസകോശത്തോട്ട് നേരിട്ട് ഇൻഹേലർ വഴി കൊടുക്കുക. അതിൽ എപ്പോഴും ഈ അകത്തോട്ട് കഴിക്കുന്ന മരുന്നിനേക്കാൾ എന്തുകൊണ്ടും സേഫാണ് ഇൻഹേലറുകൾ. പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ കാലാകാലം എടുക്കേണ്ടി വരും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അഡിക്ഷൻ ആയിപ്പോകും. ഇതൊക്കെ ഇങ്ങനെ തെറ്റായ അബദ്ധചടിലമായ ധാരണകളാണ്. എത്ര കറക്റ്റ് ചെയ്താലും കറക്റ്റ് ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ പാരൻസ് സ്റ്റിൽ പേടിക്കുന്ന നമ്മളെ ക്ലിനിക്കിലൊക്കെയുള്ള സിനാരിയോ ഞാൻ പറയാം. നമ്മളൊരു കുട്ടിക്ക് തുടർച്ചയായി ശ്വാസമുട്ടൽ വരുന്നു, ആ കുട്ടിയുടെ ഹിസ്റ്ററിയും എക്സാമിനേഷനും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു പ്രോപ്പർ കേസ് ഓഫ് വീസ് തന്നെയാണ്, ഒരു ക്രോണിക് വീസറാണ്, അല്ലെങ്കിൽ ഒരു ആസ്മാറ്റിക് ചൈൽഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഇൻഹേലർ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബാലി കയറാൻ മല പോലെ കീറാമുട്ടി ഇവിടെ നിൽക്കുന്നത്. കാരണം അവരുടെ പാരൻസിനെ ഇതിന് ഇൻഹേലർ ആവശ്യമാണെന്ന് കൺവിൻസ് ചെയ്യാനുള്ള പാട് ഭയങ്കര. അവർ എത്ര തവണ വന്ന് ആവി പിടിക്കാൻ റെഡിയാണ്, പക്ഷെ ഇൻഹേലർ അത് പറ്റില്ല. പക്ഷെ അവർ മനസ്സിലാക്കാത്ത കാര്യം, നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം, ആ ആവിയിൽ കൊടുക്കുന്നതിനേക്കാൾ ഡോസ് കുറഞ്ഞ ഏറ്റവും എഫക്റ്റീവായ ഒരു ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡ്രഗ് ഡെലിവറി മെത്തേഡാണ് ഇൻഹേലർ. അത് തുടങ്ങിയെന്ന് വിചാരിച്ചുള്ള കുട്ടി കലാകാലം ഇൻഹേലർ വേണമെന്ന് അർത്ഥമൊന്നുമില്ല. ഒരു ആസ്മയുടെ അല്ലെങ്കിൽ വലിവിന്റെ ചികിത്സ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഓരോ 3 അല്ലെങ്കിൽ 6 മാസം ഇടവിട്ട് കുഞ്ഞിനെ വീണ്ടും വിളിച്ച് പരിശോധിച്ച് കുഞ്ഞിന്റെ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ഡ്രഗ് ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒരുപാട് കാലം കൺട്രോൾ ആയാൽ നിർത്തുകയും ചെയ്യുന്ന ഒന്നാണ് ഇൻഹേലറുകൾ. അല്ലാണ്ട് തുടങ്ങി കഴിഞ്ഞാൽ അത് മരണം വരെ അങ്ങനെയൊന്നുമില്ല.